ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തോടിൻ്റെ ബണ്ട് നിർമ്മാണവും അതുപോലെ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി യൂട്യൂബിൽ തിരഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചാനലൊന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ തോടിൻ്റെ നിർമ്മാണവും അതുപോലെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം പറഞ്ഞു വരുന്നത്, തോടിൻ്റെ ഈ ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തോട് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. കാരണം മഴയില്ലാത്ത സമയത്ത് എല്ലാം വറ്റി വരേണ്ട തോടുകളിലുള്ള സ്ഥലങ്ങളിലാണ് മിക്കവാറും കയർപ്പ് വസ്ത്രവും അതുപോലെ കരിങ്കല്ല് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള കെട്ട് വർക്കുകൾ എന്നിവ നടത്തുന്നത്. പിന്നെ അതുമല്ലാതെ ഒന്നെങ്കിൽ കയറ് വിരിക്കണം, അല്ലെങ്കിൽ കരിങ്കല്ലോ ചെങ്കല്ലോ ഉപയോഗിച്ച് തോട് കെട്ടണം. അതുമല്ലെങ്കിൽ കാട്ടുകല്ലുകൾ പെറുക്കി തന്നെങ്കിലും തോട് നവീകരണം നടത്താവുന്നതാണ്. ഒന്നുമില്ലാതെ വെറും എർത്ത് വർക്ക് എക്സ്കവേഷൻ, മണ്ണ് മാറ്റുന്നത് മാത്രമായിട്ടുള്ള ഒരു പണി തൊഴിലുറപ്പിലൂടെ തോടിൽ നവീകരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ചളി നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കാടുവെട്ടൽ മാത്രമായി ഏറ്റെടുത്തുകൊണ്ടോ തോട് നവീകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് നമുക്ക് ജില്ലാ തലത്തിലുള്ള എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുകയില്ല. അപ്പോൾ ഒന്നെങ്കിൽ കയർ വിരിക്കുക, അല്ലെങ്കിൽ കല്ലുകൊണ്ട് കെട്ടുക, അല്ലെങ്കിൽ കാട്ടുകല്ല് ഉപയോഗിച്ച് കെട്ടുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറമെ തോടിലെ ബണ്ട് നിർമ്മാണം എന്ന് പറയുന്നത്, തോട് ചെങ്കുത്തായ സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങുന്ന തോടുകളാണെങ്കിൽ ഗാബിയോൺ സ്ട്രക്ചർ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മരങ്ങൾ, കുറ്റിച്ചെടികൾ എന്നിവ ഉപയോഗിച്ച് കെട്ടുന്ന തടയണകളുമുണ്ട്. അതല്ലാതെ പ്ലെയിൻ സ്ഥലത്ത്, കുറച്ച് നിരന്ന സ്ഥലത്തായിട്ട് വരുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെക്ക് ഡാമുകൾ നൽകാം. ഇനി അതല്ലെങ്കിൽ കാട്ടുകല്ലുകൾ പെറുക്കി ചെക്ക് ഡാമുകൾ ചെയ്യാം. ഇവിടെ തടയണകൾ ചെയ്യുന്ന സമയത്ത് തോടിൻ്റെ വീതി നീളമായും അതുപോലെ നീളത്തിലുള്ള ഭാഗത്തേക്കുള്ള ഭാഗം അതിൻ്റെ വീതിയായും അതിൻ്റെ ഉയരം ഒരിക്കലും 1/3 ഉയരത്തിൽ കൂടുതൽ തടയണകൾക്ക് നൽകാൻ പറ്റില്ല. തോടിൻ്റെ ഹൈറ്റ് 3 മീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ 1 മീറ്റർ ഹൈറ്റിൽ മാത്രമേ തടയണകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ അതിൻ്റെ ലെവൽസ് നോക്കിയിട്ട്, ആ വെള്ളം നിൽക്കുന്ന ഭാഗം നോക്കിയിട്ട് അതിനടുത്ത മുകൾ ഭാഗത്തേക്കുള്ളത് തടയണകൾ നൽകാവുന്നതാണ്. പിന്നെ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, തോട് നവീകരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് കാടുകളും കുറ്റിച്ചെടികളും എല്ലാം പിടിച്ചു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പ്രീ മെഷർമെൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കാട് നീക്കം ചെയ്തതിന് ശേഷമേ തോട് നവീകരണം ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കാട് വെട്ടുന്നത് എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായി ഉള്ളതിനാൽ ചെയ്യാവുന്നതാണ്. പിന്നെ സിൽറ്റ് റിമൂവൽ ചെയ്യരുത്. തോടെല്ലാം ചളി അടിഞ്ഞു പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനത്തെ എല്ലാം അടിഞ്ഞുകൂടിയ തോടായിരിക്കാം. അത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വീതിയും ആഴവും നീളവും 3 ഐറ്റം ഉണ്ടാവും. അത് M3 ഉണ്ടാവുക. അപ്പോൾ ചളി അതിൽ നിന്ന് കോരി ഒഴിവാക്കുകയും, കയറ് വിരിക്കാനാണെങ്കിൽ ഒന്നെങ്കിൽ V ഷേപ്പിലുള്ള തോടാക്കി മാറ്റുന്നതിനും ഇടിച്ചു മാറ്റുന്നതിനും നടുക്കുള്ളത് കോരി എടുക്കുന്നതിനും അത് ഫില്ല് ചെയ്യുന്നതിനുമുള്ള ഡാറ്റ ഉണ്ടാവും. അതും ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യാനുള്ളത്, തോട് നവീകരിച്ച് കഴിഞ്ഞതിന് ശേഷം കയർ വസ്ത്രം വിരിക്കുകയോ അല്ലെങ്കിൽ കല്ലുകയ്യാല ഉപയോഗിച്ച് സൈഡ് കെട്ടുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയും ഉൾപ്പെടുത്താം. പിന്നെ വരുന്നത്, സിൽറ്റ് റിമൂവൽ ചെയ്തത് നമ്മൾ മാറ്റി പാർശ്വഭിത്തി സംരക്ഷണമാക്കി കഴിഞ്ഞ് കയർ വിരിക്കുന്നതായിട്ട് വരും. തോട്ടിലുള്ള സിൽറ്റ് റിമൂവൽ ചെയ്ത് അത് പാർശ്വഭിത്തി സംരക്ഷണമായി പാർശ്വഭിത്തികളിൽ അടിച്ചുറപ്പിച്ച് കയർ വിരിക്കുകയും ചെയ്യാം. പിന്നെ ചെയ്യാനുള്ളത്, തോടുകളെല്ലാം നവീകരിച്ച് കഴിഞ്ഞാൽ ചളി അതുപോലെ മണ്ണൊലിപ്പിന് കാരണമാവും. അപ്പോഴാണ് നമുക്ക് തോടിന് തടയണകൾ ചെയ്യേണ്ടതായി വരിക. ഒന്നെങ്കിൽ കാട്ടുകല്ല് ഉപയോഗിച്ച് തടയണകൾ ചെയ്യാം. അതിൻ്റെ ഞാൻ പറഞ്ഞു, തോടിൻ്റെ വീതിയെ നീളമായും നീളത്തിനെ കുറച്ച് ഭാഗം ഒരു മീറ്ററോ അല്ലെങ്കിൽ 1.5 മീറ്ററോ വീതിയിൽ കനത്തിലുമാക്കിയിട്ട് ഇത്ര ഹൈറ്റിലും 3 അളവുകൾ ഉണ്ടാവും. അത്ര ഉള്ളത് എത്ര ആൾക്കാർക്ക് ചെയ്യാമെന്നുള്ളത് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നത്, തടയണ കല്ലുകയ്യാൽ ഉപയോഗിച്ചോ, ഇനി അതല്ലെങ്കിൽ ഗാബിയോൺ സ്ട്രക്ചർ ഉപയോഗിച്ചു. ഗാബിയോൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് പോലുള്ള അല്ലെങ്കിൽ കാട്ടുകല്ല് പോലുള്ളവ ഇരുമ്പ് വളയത്താൽ വളച്ചെടുത്ത് ഉറപ്പിക്കുന്നതിനാണ് ഗാബിയോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയും ആക്കിയിട്ട് ഒരു 100 മീറ്ററോ അല്ലെങ്കിൽ 200 മീറ്ററിലോ ഒരു 10-12 തടയണകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ മണ്ണ് അടിയുകയും മണ്ണൊലിപ്പിനെ തടയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇത്രയുമാണ് തോട് നവീകരണവുമായി ബന്ധപ്പെട്ടും തോട് തടയണകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിലെ കൂടുതൽ വിശദീകരണം ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത്രയും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.